ഞാനിപ്പോൾ ഗാന്ധി ഭവൻ സന്ദർശിച്ചു, അവിടുത്തെ അന്തേവാസികളെയൊക്കെ സന്ദർശിച്ചു, സാധുക്കളായ ഒരുപാട് ആളുകൾ. അതിനപ്പുറം എന്നെ അതിശയപ്പെടുത്തി മറ്റൊരു സംഭവം. ഞാൻ മുമ്പ് പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതാണ്. തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും രണ്ട് ഭാഗത്താണ് കേരളത്തിൽ ഭ്രാന്താശുപത്രി ഉള്ളത്, വലിയ ഭ്രാന്താശുപത്രി. ഊളംപാറയും അതുപോലെ തന്നെ കുതിരവട്ടം. ഇതിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അസുഖം മാറിയ ആളുകൾ, വാപ്പാടെ ഉമ്മാടെയൊക്കെ അസുഖം മാറി, അച്ഛനും അമ്മയുടെ ഒക്കെ അസുഖം മാറിയിട്ട് മക്കളുടെ നമ്പർ എടുത്ത് അസുഖമൊക്കെ മാറി നോർമൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ 53 പേരോളം അവർ എഴുതിത്തള്ളി സ്വന്തം മാതാപിതാക്കളെ ഞങ്ങൾക്ക് വേണ്ട. ആ വ്യക്തികളെ മുഴുവനും എം എ യൂസഫ് അലി സാറിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ഇവിടെ സൗകര്യം ചെയ്തിരിക്കാൻ, ആ മാതാപിതാക്കളെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കാൻ, അന്തേവാസികളാക്കിയിരിക്കാൻ ഗാന്ധി ഭവനിലുണ്ട് പത്തനാപുരം. നമ്മൾ പോയി കണ്ടു നോക്കി, കണ്ണു നിറഞ്ഞു പോകും. എത്രയോ സാധുക്കൾ, എത്രയോ പാവങ്ങൾ. 5 കോടി രൂപ ആദ്യം അവർക്ക് കൊടുത്തു. വീണ്ടും ഒരു 15 കോടിയുടെ മനോഹരമാകുന്ന ഒരു ബിൽഡിംഗ് അവിടെ താമസിക്കുന്ന അമ്മമാർക്ക് വേണ്ടി യൂസഫ് അലി സാഹിബ് കൊടുത്തു. ഇപ്പൊ ചെന്ന് നോക്കുമ്പോ പറയുന്നു, തൊട്ടടുത്ത് തന്നെ ബിൽഡിംഗ് കാണിച്ചിട്ട് പറയുന്നു പണി തീരാറായി, 20 കോടി രൂപയുടെ മറ്റൊരു ബിൽഡിംഗ്, ആണുങ്ങൾക്ക് വേണ്ടി, പ്രായം ചെന്നതാകുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പുതിയ ബിൽഡിംഗ് പണി തീരാറായിരിക്കും. ആ ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നതാകുന്ന മുഴുവൻ ആളുകൾക്കും അതുപോലെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്, ഒന്നല്ല ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ.